ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. തുടർച്ചയാണ്. എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് പാർട്ട് 3 ആണ്, മൂന്നാമത്തെ ഭാഗം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹൗ മെനി കാർഡ്സ് എന്നുള്ള ഈ ടോപ്പിക് നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാത്തവരെങ്കിൽ കാണുക. ആ ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ മെനി കാർഡ്സ്. ഇവിടെ 4 കാർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 4 കാർഡ്സിനും കൂടെ ഓരോ കാർഡ്സിനും പോയിന്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. റെഡ് കാർഡ് 1000, ഗ്രീൻ കാർഡ് 100, ബ്ലൂ കാർഡ് 10, യെല്ലോ കാർഡ് 1. The table shows the points 4 children got in the card game. How many of each card did each get? Fill in the table. അതായത് 4 കുട്ടികൾ കാർഡ് ഗെയിം കളിച്ചു. കാർഡ് ഗെയിം ഇതിന് തൊട്ട് പ്രീവിയസ് ഉള്ള പേജിൽ, ഇതിന് തൊട്ട് മുന്നിലുള്ള പേജിൽ എന്താണ് നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാനായിരുന്നു. അതായത് കാർഡ് ഗെയിമിന്റെ തന്നെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? പോയിന്റ് കണ്ടുപിടിക്കാൻ. ഇതുപോലെ നമ്മളിങ്ങനെ എഴുതാൻ, ഇതുപോലെയുള്ള പോയിന്റ്സ് എഴുതാനാണ്. കാർഡുകളുടെ എണ്ണം തന്നിട്ട് പോയിന്റ് എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ എന്താ ചെയ്യാൻ പറയുന്നത്? പോയിന്റ് തന്നിട്ടുണ്ട്. ഓരോ കാർഡും എത്ര എണ്ണം കിട്ടി എന്നുള്ള നമ്പറാണ് എഴുതാൻ പറയുന്നത്. കാർഡിന്റെ നമ്പറാണ്, കാർഡ് എത്ര എണ്ണം കിട്ടി എന്നതാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ 4 പേരാണ് ഗെയിം കളിച്ചത്. കാർഡ് ഗെയിം കളിച്ചത് അച്ചുവും ജോണിയും റാണിയും ജയും കളിച്ചു. അവർക്ക് 4 ആൾക്കും കിട്ടിയ പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അച്ചുവിന്റെ ചെയ്തിട്ടുണ്ട് അല്ലെ. റെഡ് എത്ര കിട്ടിയിട്ടുണ്ട്? ഈ നമ്പർ എങ്ങനെ വായിക്കുക? 3140 അല്ലെ. അപ്പൊ നമുക്കറിയാം പ്ലേസ് വാല്യൂ എല്ലാവർക്കും അറിയാലോ. ആദ്യത്തേത് എന്ന് പറയുന്നത്, ആദ്യത്തെ 4 നമ്മുടെ 4 ഡിജിറ്റ് നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അടുത്ത ഡിജിറ്റ് 100 ആണ്. അതിന് തൊട്ടടുത്ത് ടെൻസ്, അതിന് തൊട്ടടുത്ത് വൺസ്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യം നമ്മൾ 1000 എഴുതുന്നു. അടുത്തത് എത്ര 100 ആണ്? 100. അടുത്ത എത്ര ടെൻസ് ആണ്? 4 അല്ലെ. ഇതാണ് ടെൻസിന്റെ പൊസിഷനിലുള്ള വാല്യൂ, ഇതാണ്. അപ്പൊ 4. എത്ര വൺസ് ആണ്? 0. അപ്പൊ ഇതേപോലെ ഇങ്ങോട്ട് നമ്പർ എടുത്തെഴുതിയാൽ മതി. ഇവിടെ 2303. ഇവിടെ ടെൻസ് ഉണ്ടോ? ഇല്ല, അതാണ് 0 ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 1000ന്റെ കോളത്തിൽ, അതായത് റെഡ് കാർഡിൽ 2, ഗ്രീൻ കാർഡിൽ 3. ടെൻസ് ഉണ്ടോ? ഇല്ല, 0, വൺസ് 3. അടുത്തത് റാണിയുടെ 3122 ആണ്. അപ്പൊ 10 എത്രയാണ്? 2, 1, 2. അതുപോലെ ജയയുടെ 2000. ഇവിടെ നോക്കൂ, 100ഉം ഇല്ല, 100ഉം 0 ആണ്, ടെൻസും 0 ആണ്. അപ്പൊ അവിടെ 2 0 ഇട്ട് കൊടുക്കുക. അടുത്തത് വൺസ് 6. ഓക്കെ, Achu got 3140 points from 3104 tens. Right. അപ്പൊ അച്ചുന് കിട്ടിയ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായത്? എങ്ങനെ വായിക്കുക? 3140 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ 3000s ഉണ്ട്, 100 ഉണ്ട്, 4 tens ഉണ്ട്, വൺസ് ഉണ്ടോ? ഇല്ല. ഇതേപോലെ 2303 ഇതുപോലെ എഴുതാനാണ് പറയുന്നത്. എത്ര 1000, എത്ര 100, എത്ര ടെൻസ്, എത്ര വൺസ്. നമുക്കറിയാം ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. 2000. അടുത്തത് 100s, 300s. ടെൻസ് ഉണ്ടോ? ഇവിടെ ഇല്ല, 0 ടെൻസ്, വൺസ് 3 വൺസ്. ഓക്കെ, അടുത്ത ടോപ്പിക് ബൈസൈക്കിൾസ്. അബു, ജോണി ആൻഡ് ബാലു bought bicycles. അപ്പൊ അബുവും ജോണിയും ബാലുവും സൈക്കിൾ വാങ്ങി. ദി പ്രൈസ് ഓഫ് അബൂസ് ബൈസൈക്കിൾ ഈസ് 3250 rupees. He gave 3 1000 rupees notes, 2 100 rupees note and 5 10 rupees note. അപ്പൊ അബുവും ജോണിയും ബാലുവും സൈക്കിൾ വാങ്ങി. അബുവിന്റെ സൈക്കിളിന്റെ വില 3250 rupees ആണ്. അവൻ എങ്ങനെയാ കടക്കാരൻ എങ്ങനെ കളിച്ചു കൊടുത്തെന്ന് നോക്കിയേ. 1000 രൂപയുടെ നോട്ട് 3 എണ്ണം, 1000 രൂപയുടെ നോട്ട് 3 എണ്ണം, 1000 റുപ്പീസിന്റെ നോട്ട് 3 എണ്ണം കൊടുത്തു, 100 റുപ്പീസിന്റെ നോട്ട് 2 എണ്ണം കൊടുത്തു, അതുപോലെ 10 റുപ്പീസിന്റെ നോട്ട് 5 എണ്ണം കൊടുത്തു. അങ്ങനെ അവൻ എന്ത് കൊടുത്തു? 3250 അങ്ങനെയാണ് കൊടുത്തത്. ജോണി ഗേവ് 3 1000 rupees note, 4 100 rupees notes and 5 10 rupees notes. What is the price of his bicycle? അതുപോലെ ജോണി അവന്റെ സൈക്കിളിന് കാശ് എങ്ങനെ കൊടുത്തത്? 1000 റുപ്പീസിന്റെ നോട്ട് 3 എണ്ണം കൊടുത്തു, 1000 റുപ്പീസിന്റെ നോട്ട് 3 എണ്ണം കൊടുത്തു, അതേപോലെ 100 റുപ്പീസിന്റെ നോട്ട് 4 എണ്ണം കൊടുത്തു, 10 റുപ്പീസിന്റെ നോട്ട് 5 എണ്ണം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവന്റെ സൈക്കിളിൽ, ജോണിയുടെ സൈക്കിളിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് 1000 എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. എത്ര 1000 ഉണ്ട്? 3000. അടുത്തത് 100 എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. 400. അടുത്ത ടെൻസ്,
ടെൻസ് എന്ന് വെച്ചാൽ അടുത്ത നമ്പർ എത്രയുടെ 5 10 rupees നോട്ട് 5 10 രൂപയുടെ നോട്ടുകൾ 5 10 5 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ 15 50. അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ വൺസ് ഇല്ല അല്ലെ വൺസ് പറയുന്നത് 0 ആണ് ഇതാണ് നമ്മുടെ ജോണിയുടെ സൈക്കിളിന്റെ വില ഇതെങ്ങനെ വായിക്കുക ഇൻ വേർഡ്സിൽ എഴുതിക്കുക എങ്ങനെ വായിക്കുക 3450 okay we say that 3250 is 3200 510 using place values. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് place value നെ കുറിച്ചാണ് നമ്മൾ 4 digit number നമ്മൾ 4 digit number എഴുതിയിട്ടുണ്ട് 3450. അപ്പോൾ നമുക്ക് എങ്ങനെയാ place value എന്ന് പറയുന്നത് എന്താ place value എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു 4 digit number ആണെന്ന് എല്ലാവർക്കും അറിയാലോ ഇതിൽ ആദ്യത്തെ നമ്പറിന്റെ ആദ്യത്തെ സംഖ്യ സെക്കൻഡ് ഡിജിറ്റിന്റെയും നമ്മുടെ തേർഡ് ഡിജിറ്റിന്റെയും ലാസ്റ്റത്തെ ഡിജിറ്റിന്റെയും പ്ലേസിന്റെ വാല്യൂ എന്താണെന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 4 ഡിജിറ്റ് നമ്പർ ലാസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് വൺസിന്റെ സ്ഥാനത്താണ് ഉണ്ടാവുക വൺസ് ആണ് അത് തൊട്ടടുത്ത് ടെൻസ് ആണ് പിന്നെ ഹൺഡ്രഡ്സ് ആണ് തൗസൻഡ്സ് ആണ് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ഡിജിറ്റ് തൗസൻഡ്സ് ആണ് അതിന്റെ തൊട്ടടുത്താണ് ഹൺഡ്രഡ്സ് വരിക അത് കഴിഞ്ഞിട്ടാണ് ടെൻസ് എഴുതേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് വൺസ് എഴുതേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം 0 ഇട്ട് കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മുടെ പ്ലേസ് വാല്യൂ 4 ഡിജിറ്റ് നമ്പറിന്റെ പ്ലേസ് വാല്യൂസ് എന്തൊക്കെയാണ് തൗസൻഡ്സ് ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് ഓക്കെ അപ്പൊ ഇതേപോലെ നമ്മളുടെ തന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഈ അടി കാണുന്ന ഈ 3 നമ്പേഴ്സിന് പ്ലേസ് വാല്യൂ നിങ്ങൾ എഴുതി നോക്കുക ഓക്കെ ഇത് 2319 7832 9012 ഇത് ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ ഇതുപോലെ എഴുതി നോക്കുക ഓക്കെ അപ്പൊ പ്ലേസ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും പഠിച്ചു വെക്കുക അടുത്തത് ബാബു bought a seat cover and a bell also the total price was 4265 rupees in what all ways can we write this number ബാബു എന്ത് ചെയ്തു ഒരു സീറ്റ് കവറും ബെല്ലും കൂടെ എക്സ്ട്രാ വാങ്ങി അങ്ങനെ അവന്റെ സൈക്കിളിലെ മൊത്തത്തിൽ അവന്റെ സൈക്കിൾ എത്ര രൂപയാണ് 4265 rupees ആണ് ആ 4265 പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എഴുതിയിരിക്കുന്നത് നോക്കാം 4265 അപ്പൊ അത് നമുക്ക് ഇവിടെ നോക്കാം ഇതിൽ നമുക്കറിയാം നമ്മുടെ 4 ഡിജിറ്റ് നമ്പറിന്റെ പ്ലേസ് എന്തൊക്കെയാണ് തൗസൻഡ്സ് ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് നാലും നമ്മൾ ശ്രദ്ധിക്കണം ആദ്യത്തെ നമ്പർ എപ്പോഴും തൗസൻഡ്സ് ആണ് രണ്ടാമത്തെ ഹൺഡ്രഡ്സ് ആണ് മൂന്നാമത്തെ ടെൻസ് ആണ് നാലാമത്തെ വൺസ് ആണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റില്ല എത്ര തൗസൻഡ്സ് ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞേ 4 എത്ര ഹൺഡ്രഡ് ആണ് 2 എത്ര 10 ആണ് 6 എത്ര വൺസ് 5 ഓക്കെ അടുത്ത നോക്കിക്കുക അടുത്തതില് ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് ഉണ്ട് തൗസൻഡ് ഉണ്ടോ ഇല്ല തൗസൻഡിന്റെ പ്ലേസ് വാല്യൂനെ കുറിച്ച് എഴുതിയിട്ടില്ല അപ്പൊ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ 100 ആണ് പറയുന്നത് അല്ലെ അപ്പൊ 1000ഉം 100ഉം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ എഴുതണമെങ്കിൽ 1000ഉം 100ഉം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ എഴുതണമെങ്കിൽ 42 100 6 10s 5 ones അടുത്തത് 1000 പറയുന്നുണ്ട് 4000 പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം 1000 കഴിഞ്ഞ അടുത്ത പ്ലേസ് വാല്യൂ എന്താണ് 100 ആണ് 100നെ കുറിച്ച് ഒന്നും പറയുന്നില്ല നേരെ ടെൻസ് ആണ് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ 100ഉം 10ഉം കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതാൻ 26 അടുത്തത് വൺസ് 5 വൺസ് അടുത്തത് നമുക്കിവിടെ 1000 പറയുന്നില്ല ഹൺഡ്രഡ്സ് ആണ് പറയുന്നത് അതുകൊണ്ടാണ് 1000ഉം 100ഉം കൂടെ ചേർത്തിട്ട് ഇവിടെ 42 ഹൺഡ്രഡ്സ് എഴുതിയിരിക്കുന്നത് അടുത്ത് നമ്മൾ ടെൻസ് പറയുന്നില്ല വൺസ് ആണ് പറയുന്നത് അപ്പൊ നമ്മൾ 10ഉം വൺസും കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതാൻ 65 വൺസ് അടുത്തതിൽ നമ്മൾ 1000ഉം 100ഉം ടെൻസും ഒന്നുമില്ല വൺസ് മാത്രമേ ഉള്ളൂവെങ്കിൽ എത്രയാണോ നമ്പർ തന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി 4265 അടുത്തതിൽ നോക്കിയേ 1000ഉം ഇല്ല 100ഉം ഇല്ല നേരെ ടെൻസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 1000ഉം 100ഉം ടെൻസും കൂടെ ചേർത്തിട്ട് 426 ടെൻസ് എഴുതി 5 വൺസ് എഴുതി അപ്പൊ നോക്കൂ 4265 നമുക്കിങ്ങനെ പല രീതിയിൽ എഴുതാം ഇതിൽ എങ്ങനെ എഴുതിയാലും ആൻസർ എന്താ വരുന്നത് 4265 മനസ്സിലായില്ലേ അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ ഏതെങ്കിലും ഒരു നമ്പർ എക്സാമിന് എന്ത് ചെയ്യാൻ പറയും ഇതുപോലെ ഡിഫറെന്റ് വേസിൽ എഴുതാൻ പറയും ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണിത് അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ തന്ന നമ്പർ ഇതുപോലെ ഡിഫറെന്റ് വേസിൽ എഴുതി നോക്കുക ഇവിടുത്തെ നമ്പർ ഏതാ തന്നിരിക്കുന്നത് നോക്കിയ എക്സ്ട്രാ ക്വസ്റ്റ്യൻ 3196 ഓക്കെ അടുത്തത് ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് ഫിഗറിൽ എഴുതുമ്പോൾ ഇങ്ങനെ നമ്പർ ആക്കി എഴുതുന്നു അക്കങ്ങളിൽ എഴുതുന്നതാണ് പിന്നെ വേർഡ്സിൽ എഴുതുക അക്ഷരത്തിലെ പേര് എഴുതുന്ന നമ്പർ നെയിം എഴുതുന്നതാണ് വേർഡ്സിൽ എഴുതുക പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണ് 4265 ഓക്കെ അടുത്തത് 3620 അപ്പൊ നമ്പർ എങ്ങനെയാണ് എഴുതുക അടുത്തത് 3030 അടുത്തത് ഇത് എങ്ങനെ വായിക്കുക നോക്കിക്കേ 3001
അടുത്തത് 5022, 6070. അടുത്തത് വേർഡ്സിൽ തന്നിട്ടുണ്ട്, ഫിഗറിൽ എഴുതുക. 7500. അടുത്തത് 9090. ഇവിടെ നമ്മൾ വേറെ നമ്പർ തന്നിരിക്കുന്നത് 4500. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരികയാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഫിഗറിൽ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ തന്നിട്ടുള്ള ഈ 4 നമ്പേഴ്സിനെയും വേർഡ്സിലേക്ക് എഴുതുക. അതേപോലെ ഇവിടെ നമ്മൾ 4 വേർഡ്സിലുള്ളത് തന്നിട്ടുണ്ട്. ഈ 4 വേർഡ്സിൽ തന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഫിഗറിലാക്കി എഴുതുക. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇവിടെ നമുക്ക് നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്പർ പാറ്റേൺ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക, ആദ്യം നമുക്ക് അറിയണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ നമ്പർ പാറ്റേൺ ഇത് കൂടുകയാണോ, അതായത് ഇൻക്രീസ് ചെയ്ത് വരികയാണോ നമ്പേഴ്സ്, അതോ ഡിക്രീസ് ചെയ്ത് വരികയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. കൂടി വരികയാണോ കുറഞ്ഞാണോ വരുന്നതെന്ന് അറിയണം. ഓക്കെ, ഇവിടെ നോക്കി 2100, 2200, 2300, 100, 200, 300 കൂടി വരികയാണ് അല്ലെ. ഇപ്പൊ എത്രയാണ് കൂടുന്നത്, എത്ര എമൗണ്ട് ആണ് ഇൻക്രീസ് ആവുന്നത് ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ തന്ന നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുക. അതെന്ത് ചെയ്യണം, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് നോക്കുക, മൈനസ് ചെയ്യുക. ഇവിടെ 2200 നിന്ന് 2100 മൈനസ് ചെയ്യുന്ന സമയത്ത് 0 ന്ന് 0 മൈനസ് ചെയ്ത് 0, ഇവിടെ 0 ന്ന് 0 മൈനസ് ചെയ്ത് 0, 2 ന്ന് 1 മൈനസ് ചെയ്ത് 1, 2 ന്ന് 2 മൈനസ് ചെയ്ത് 0. അപ്പൊ ഓരോ നമ്പേഴ്സ് തമ്മിൽ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ 100 ആണ് എന്ത് ചെയ്യുന്നത്, പ്ലസ് ചെയ്ത് പോകുന്നത് അല്ലേ. നമുക്ക് ഇവിടെ അടുത്തുള്ള ഈ വരിയത്തെ നമ്പർ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യാം, 2300ന്റെ കൂടെ 100 പ്ലസ് ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടി, 2400 കിട്ടിയില്ലേ, 2400. അപ്പൊ 100 ആണ് എല്ലാവരുടെയും പ്ലസ് ചെയ്യുന്നത്, 2400. വീണ്ടും ഇതിലൂടെ 100 പ്ലസ് ചെയ്യുന്നു, അപ്പൊ 2500. വീണ്ടും പ്ലസ് ചെയ്യുന്നു, എല്ലാപ്പോഴും ഒരേ സംഖ്യ തന്നെയാണ് പ്ലസ് ചെയ്യേണ്ടത്, 100 തന്നെയാണ് പ്ലസ് ചെയ്യേണ്ടത്. 2500 കൂടെ 100 പ്ലസ് ചെയ്യുന്ന സമയത്ത് 2600. അടുത്ത പാറ്റേൺ നോക്കൂ, 3300, 3200, 3100. അപ്പൊ കുറഞ്ഞ് 300, 200, 100 കുറഞ്ഞ് വരുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, വ്യത്യാസം കണ്ടുപിടിക്കുക. ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യുക. 3300 മൈനസ് 3200, ആൻസർ എന്ത് കിട്ടി, ആൻസർ 100 കിട്ടി ഇല്ലേ. അതായത് 100 മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 3100 നിന്ന് 100 മൈനസ് ചെയ്യുന്നു, ആൻസർ എന്താ കിട്ടുന്നത്, 3000. ഓക്കെ, 3000 കിട്ടി. അടുത്തത് വീണ്ടും 100 മൈനസ് ചെയ്യുമ്പോൾ 2900, വീണ്ടും മൈനസ് ചെയ്യുക, 100 മൈനസ് ചെയ്യുന്ന സമയത്ത് 2800. അടുത്തത് 5000, 5200, 5400. അപ്പൊ കൂടി വരുന്നത് അല്ലേ. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 5200 നിന്ന് 5000 മൈനസ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്താ കിട്ടുന്നത്, 200 ആണ് കൂടി വരുന്നത്. അപ്പൊ 5400ന്റെ കൂടെ പ്ലസ് 200 ചെയ്യുക. അപ്പൊ ആൻസർ എന്താ കിട്ടുന്നത്, 5600. 5600 കൂടെ വീണ്ടും 200 പ്ലസ് ചെയ്യുന്ന സമയത്ത് 5800. എഗൈൻ നമ്മൾ വീണ്ടും 200 പ്ലസ് ചെയ്യുന്ന സമയത്ത് 200 പ്ലസ് ചെയ്യുമ്പോൾ 6000 കിട്ടും. ഓക്കെ, അടുത്ത പാറ്റേൺ 6500, 6300, 6100. അപ്പൊ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാൻ ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ പരസ്പരം മൈനസ് ചെയ്യുക. അപ്പൊ കുറയ്ക്കുന്ന സമയത്ത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ മൈനസ് ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യ ആദ്യം എഴുതിയിട്ട് താഴെയാണ് നമ്മൾ ചെറിയ സംഖ്യ എഴുതേണ്ടത്. ഓക്കെ, അതിലെ ചെറിയ സംഖ്യയിൽ നിന്നും ഒരിക്കലും വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 6500, 6300. നിങ്ങൾ 6300 മൈനസ് 6500 എഴുതി കഴിഞ്ഞാൽ മൈനസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമുക്ക് വലിയ സംഖ്യയിൽ നിന്നാണ് എപ്പോഴും ചെറിയ സംഖ്യ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 6500 നിന്ന് 6300 മൈനസ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടി, 200. അതായത് 200 ആണ് ഇവിടെ കുറഞ്ഞ് വരുന്നത് അല്ലേ. അപ്പൊ 6000 അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 6100 നിന്നും എന്ത് ചെയ്യുക, 200 മൈനസ് ചെയ്യുക. ആൻസർ എന്ത് കിട്ടി, ആൻസർ നമുക്കറിയാം ഇവിടുന്ന് 1 നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്പറിന് ക്യാരി ചെയ്തു, 1 ക്യാരി ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി, 11 ആയി. 11 ഇവിടെ 6 നിന്ന് ഇങ്ങോട്ട് പോയാൽ ഇവിടെ 5 ആയി. അപ്പൊ 11 ഇവിടെ 1 അല്ല, ഇവിടെ എന്തായി 11 ആയി. 11 ന് 2 കുറച്ചു, 11 2 കുറച്ചാൽ 9. 5 ഇറക്കി എഴുതുക, 5900. വീണ്ടും 200 കുറയ്ക്കുമ്പോൾ 5700. വീണ്ടും 200 കുറയ്ക്കുമ്പോൾ 5500. അടുത്ത ലാസ്റ്റ് പാറ്റേൺ 8600, 8700, 8800. നമുക്ക് ഇതുപോലെ എഴുതാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ, 600, 700, 800. അപ്പൊ അടുത്ത എന്തായിരിക്കും വരിക, 900 ആണ് വരിക. നമുക്ക് എഴുതി ചെയ്യാം. 8700 minus 8600, difference 100. പിന്നെ 8800 plus നമ്മൾ 100 ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, 8900. വീണ്ടും 100 പ്ലസ് ചെയ്യുന്ന സമയത്ത് 9000.
വീണ്ടും 100 പ്ലസ് ചെയ്യുമ്പോൾ 9100. ഓക്കെ, അടുത്തത് ഇതുപോലെ വേറൊരു പാറ്റേൺ ആണ്. അതിന് മുമ്പ് സൈഡിൽ നോക്കിയേ ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടാതെ തന്നെ നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. 1 + 10 + 100 + 1000 ആൻസർ എന്താ വരിക? 1111. 2 + 20 + 200 + 2000 ആൻസർ എന്താ കിട്ടുന്നത്? 2222. അടുത്തത് 1 + 11 + 111 + 1111 ആൻസർ എന്താ വരിക? 1234. അടുത്തത് 2 + 22 + 222 + 2224 ആൻസർ ഇവിടെ 1000 അല്ല, ഇവിടെ 2000 ആണ്. അതായത് അറിയാതെ 1 ആയതാണ്, ഇവിടെ 2 ആണ് കേട്ടോ. അതായത് 1400 അല്ല, 2468. ഓക്കെ, ഇവിടെ 1 നിങ്ങൾ 2 ആക്കി എഴുതുക. ഓക്കെ, അടുത്തത് fill in the blanks. fill in the number. 1020, 1030, 1040. അപ്പൊ ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 1030 ന്ന് 1020 കുറച്ച് നോക്കിക്കേ, 10 ആണ് അല്ലേ? അതായത് 10 കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ 1040 കഴിഞ്ഞ് അടുത്തത് പ്ലസ് ചെയ്ത് നോക്കൂ, 10 പ്ലസ് ചെയ്യൂ. അത് നമുക്ക് ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുന്നില്ലേ? 20, 30, 40, 10 കൂടി വരികയാണ്. അപ്പൊ അടുത്തെന്തായിരിക്കും വരിക? 50. 1050, അടുത്ത 1060, 1070, അടുത്തത് 7070, 7080, 7090. ഇവിടെയും വ്യത്യാസം എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. അപ്പൊ 7090 കഴിഞ്ഞ് 7090 കൂടെ 10 പ്ലസ് ചെയ്ത് ആൻസർ എന്താ വരുന്നത്? 7100. 7110, 7120. അടുത്തത് 2073, 2083, 2093. അപ്പൊ ഇവിടെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് 2083 - 2073 ആൻസർ 10 ആണ്. അപ്പൊ 10 ആണ് ഇവിടെ പ്ലസ് ചെയ്ത് പോകുന്നത് അല്ലെ? 2093 കൂടെ 10 പ്ലസ് ചെയ്ത് ആൻസർ എന്താ കിട്ടിയത്? 2103. അടുത്തത് 2113, 2123. അടുത്തത് 3940, 3960, 3980. ഇവിടെ എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 3960 നിന്നും 3940 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. പ്ലസ് ചെയ്ത് പോണത് അല്ലേ? അപ്പൊ 3980 കൂടെ വീണ്ടും ഒരു 20 പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? ആൻസർ 4000. അടുത്തത് 4000 കൂടെ 20 പ്ലസ് ചെയ്യുമ്പോൾ 4020. 4020 കൂടെ അഗൈൻ 20 പ്ലസ് ചെയ്യുന്ന സമയത്ത് 4040. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ പാറ്റേൺ എഴുതേണ്ടത്, നമ്പർ പാറ്റേൺ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഡിഫറൻസ് കണ്ടുപിടിക്കണു. ആ ഡിഫറൻസ് പ്ലസ് ആണോ ചെയ്യേണ്ടത് മൈനസ് ആണോ ചെയ്യേണ്ടത് കണ്ടുപിടിക്കണു. അതിനുശേഷം നമ്മൾ തുടർച്ചയായിട്ട് പ്ലസ് ചെയ്ത് പോകും അല്ലെങ്കിൽ മൈനസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇത് അങ്ങനെയാണ് നമ്പർ പാറ്റേൺ. നമ്പർ പാറ്റേൺ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്പർ പാറ്റേൺ. ഇതുപോലെ നമ്പർ പാറ്റേൺ പുതിയതായി ഉണ്ടാക്കാനും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 4200. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയൊക്കെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, ഡിഫറെന്റ് വേസിൽ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും എന്നാണ് ചോദ്യം. 4200. ഇവിടെ എത്ര 1000 ഉണ്ട്? 4000 ഉണ്ട്. എത്ര 100 ആണുള്ളത്? 200. ടെൻസ് ഇവിടെ അടുത്തത് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് 4200 കംപ്ലീറ്റ് ടെൻസ് ആക്കുകയാണ് ചെയ്യണമെങ്കിൽ എത്ര ടെൻസ് ആണ്? 420 ടെൻസ്. അത് വൺസ് ആണ് ആക്കുന്നതെങ്കിൽ 4200 വൺസ്. ഹൺഡ്രഡ്സ് ആണെങ്കിൽ 42 ഹൺഡ്രഡ്സ്. അടുത്തത് 3897. ആദ്യത്തെ നമ്മൾ വെയിൽ എഴുതിയിരിക്കുന്നത് 3000 എഴുതിയിട്ടുണ്ട്. നമ്മൾ 100 എഴുതിയിട്ടില്ല, നേരെ ടെൻസ് ആണ് എഴുതുന്നത്. അപ്പൊ 100ഉം 10സും കൂടെ ചേർത്തിട്ട് 89 ടെൻസ് 7 വൺസ്. അതിന്റെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1000 പറയുന്നില്ല, നേരെ ഹൺഡ്രഡ്സ് ആണ് പറയുന്നത്. അപ്പൊ 1000ഉം 100ഉം കൂടെ ചേർത്തിട്ട് 38 ഹൺഡ്രഡ്സ് 9 10 7 വൺസ്. അതിന് തൊട്ട് താഴെ നമ്മൾ 1000ഉം 100ഉം പറഞ്ഞില്ല, നേരെ ടെൻസ് ആണ് പറയുന്നത്. അപ്പൊ അത് മൂന്നും കൂടെ ചേർത്ത്, അതായത് 1000ഉം 100ഉം 10സും കൂടെ ചേർത്തിട്ട് 389 ടെൻസും 7 വൺസും. അടുത്ത ലാസ്റ്റ് വൺ 3000. അടുത്തത് 100ഉം 10സും ഇല്ല, നേരെ വൺസ് ആണ്. അപ്പൊ അത് മൂന്നും ചേർത്തിട്ട് വേണം എഴുതണമെങ്കിൽ 897 വൺസ്. ഇതേപോലെ 6875 എഴുതാനാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? 6087 ടെൻസ് 5 വൺസ്. 6875 once. 687 tens 5 ones. 6800 7 tens 5 ones. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ നമ്മുടെ അടുത്ത പാർട്ടിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മറ്റു പാർട്ട് അതിന്റെ പാർട്ട് 1ഉം 2ഉം 4ഉം ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാത്സ് സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലെ ഏത് സബ്ജക്റ്റിന്റെ ആണെങ്കിലും ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലുണ്ട്. എല്ലാവരും ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതേപോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.